ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. ഇന്ന് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ രണ്ടാമത്തെ മൊഡ്യൂളിലെ സോൾഡറിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സോൾഡറിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോൾഡറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ടെമ്പററി മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ്. നമ്മുടെ വെൽഡിംഗ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ്. നമ്മുടെ രണ്ട് മെറ്റൽ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ പ്രോസസ്സ് ചെയ്തതിന് ശേഷം അത് പെർമനന്റ്ലി ജോയിൻ ആവുന്നു. അപ്പോൾ സോൾഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ വെൽഡിങ്ങിനേക്കാളും കുറച്ചും കൂടെ വീക്ക് ആയിട്ടുള്ള ഒരു ജോയിനിങ് പ്രോസസ്സാണ് എന്ത് സോൾഡറിങ്. സോൾഡറിങ് ഒക്കെ നമ്മൾ ഒട്ടുമിക്ക എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഇത്രയുള്ള കാലയളവിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഇനി ചെയ്തില്ലെങ്കിൽ പോലും നമ്മളിത് കണ്ടിട്ടുണ്ടാവും. സോൾഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോർമലി രണ്ട് മെറ്റൽസ്, ഇതൊരു മെറ്റലാന്ന് വിചാരിക്കുക, ഇതൊരു മെറ്റലാന്ന് വിചാരിക്കുക, ഈ രണ്ട് മെറ്റലും ജോയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോൾഡറിങ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മെറ്റൽ വെച്ചതിന് ശേഷം നമ്മൾ മൂന്നാമതൊരു മെറ്റൽ, ആ മെറ്റൽ നമ്മൾ ഫില്ലർ മെറ്റൽ അല്ലെങ്കിൽ ജോയിനിങ് മെറ്റൽ എന്ന് പറയും. ഈ ഫില്ലർ മെറ്റൽ ഇതിലേക്ക് ഉരുക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫില്ലർ മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാളും താഴെ ആയിരിക്കും. അത് കാരണം ഈ രണ്ട് മെറ്റലിനും ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഈ രണ്ട് മെറ്റൽ വെച്ചതിന് ശേഷം നമ്മൾ ആ ഫില്ലർ മെറ്റൽ മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം ആ ഫില്ലർ മെറ്റൽ സോൾഡിഫൈ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, ആ ഫില്ലർ മെറ്റൽ സോൾഡിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ജോയിന്റ് കിട്ടുന്നു. ആ ഒരു പ്രോസസ്സാണ് എന്ത് സോൾഡറിങ് എന്ന് പറയുന്നത്. നോർമലി നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു ഫില്ലർ മെറ്റലിനെ വിളിക്കുന്ന പേരാണ് സോൾഡർ. അത് കാരണമാണ് ഈ ഒരു ജോയിന്റ് പ്രോസസ്സിന് സോൾഡറിങ് എന്നൊരു പേര് ലഭിച്ചത്. നമുക്ക് നോക്കാം എന്താണ് സോൾഡറിങ്. Soldering is a process in which two or more items are joined together by melting and putting a filler metal or solder into the joint. The filler metal having a lower melting point than the adjoining metal. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് മെറ്റല്, ഈ പറഞ്ഞ പോലെ രണ്ട് സിമിലർ ആയിട്ടുള്ള മെറ്റൽസ് നമ്മൾ മൂന്നാമതൊരു മെറ്റലിന്റെ, ആ മെറ്റലിന്റെ പേരാണ് ഫില്ലർ മെറ്റൽ അല്ലെങ്കിൽ സോൾഡർ, അതിന്റെ സഹായത്തോടു കൂടി മെറ്റൽസ് ജോയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, സോൾഡറിങ് എന്ന് പറയുന്നത്. അപ്പോൾ സോൾഡറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസ് മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റ് താഴെ ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ബേസ് മെറ്റലും ഉരുകി പോകും. അത് കാരണം എന്താണ്, ഈ ബേസ് മെറ്റലിന്റെ ടെമ്പറേച്ചറിന് താഴെ ആയിരിക്കും ഈ പറഞ്ഞ സോൾഡറിന്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞത്, അൺലൈക്ക് വെൽഡിംഗ് സോൾഡറിങ് ഡസ് നോട്ട് ഇൻവോൾവ്സ് മെൽറ്റിംഗ് ദ വർക്ക് പീസസ്. നമ്മുടെ വെൽഡിങ് പോലെ വർക്ക് പീസ് മെൽറ്റ് ചെയ്യില്ല സോൾഡറിംഗിൽ. ദ ഫില്ലർ മെറ്റൽ ഫ്ലോസ് ഇൻ ടു ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ക്ലോസ് ഫിറ്റിംഗ് പാർട്സ് ബൈ ക്യാപ്പിലാരിറ്റി ആക്ഷൻ. ക്യാപ്പിലാരിറ്റി ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഗ്യാപ്പിലേക്ക് ഈ സോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെറ്റൽ തമ്മിലുള്ള ഗ്യാപ്പിലേക്ക് ഈ സോൾഡർ ഇറങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സോൾഡറിങ്ങിനെ പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ ലഭിക്കാൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ സോൾഡറിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി സോൾഡറിങ്ങിന്റെ ഒരു ഫിഗർ നോക്കാം. ഇത് കണ്ടോ, ഈ ഒരു ഡിവൈസിനെയാണ് നമ്മൾ സോൾഡറിങ് അയൺ എന്ന് പറയുന്നത്. പിന്നെ ഒരു സോൾഡർ ഉണ്ടാവും, നമ്മൾ ഒക്കെ സോൾഡർ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഈ ഒരു സർക്യൂട്ട് ബോർഡ് ഉണ്ടാവും. ആ സർക്യൂട്ട് ബോർഡിലേക്ക് നമ്മുടെ എന്തെങ്കിലും LED അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിപ്പൊക്കെ കയറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് കോപ്പർ ലെഗ്സ് കിട്ടും. ഈ ലെഗ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സോൾഡർ, ഈ പറഞ്ഞ സോൾഡർ ആദ്യം ഒരു ഫ്ലെക്സിൽ മുക്കണ എന്തിനാ, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള സോൾഡറിങ് ലഭിക്കാൻ വേണ്ടി ഒരു ഫ്ലെക്സിൽ മുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ സോൾഡർ വെക്കുന്നു. അതിനുശേഷം സോൾഡറിങ് ആണ് അതിൽ ഹീറ്റ് ചെയ്ത് കൊടുക്കുന്ന വഴി എന്ത് സംഭവിക്കുന്നു, ഈ സോൾഡർ ഇങ്ങനെ ഒരു സിൽവർ കളറിൽ ഡ്രോപ്പായിട്ട് വീഴുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഡ്രോപ്പായിട്ട് വീഴുന്നു. അതിനുശേഷം ഇത് സോൾഡിഫൈ ചെയ്യുന്ന വഴി എന്ത് സംഭവിക്കുന്നു, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സോൾഡറിങ് ലഭിക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. ഇതാണ് സോൾഡറിങ്ങിന്റെ ഡയഗ്രാം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ, ടൈപ്സ് ഓഫ് സോൾഡേഴ്സ് ആണ്. സോൾഡേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്പ്. സോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ നമ്മൾ ഉരുക്കി ഒഴിക്കുന്ന ആ ഒരു ഫില്ലർ മെറ്റീരിയലാണ് സോൾഡേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, 4 ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന. ഒന്ന് ടിൻ ലെഡ് സോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിന്നും ലെഡ് എന്ന് പറഞ്ഞ എലമെന്റ് ആയിരിക്കും അവിടുത്തെ കോമ്പോസിഷൻ. പിന്നെ ടിൻ ആന്റിമണി ലെഡ് സോൾഡേഴ്സ് എന്ന് വെച്ചാൽ ടിന്നും ആന്റിമണി ലെഡിന്റെയും കൂടെ ഒരു കോമ്പോസിഷൻ ആയിരിക്കും അവിടെ. പിന്നെ ലെഡ് സിൽവർ സോൾഡേഴ്സ് ആയിരിക്കും, ലെഡും സിൽവറിന്റെയും കൂടെ ഒരു കോമ്പോസിഷൻ ആയിരിക്കും. പിന്നെ കാഡ്മിയം സിൽവർ സോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഡ്മിയം സിൽവറിന്റെയും കൂടെ ഒരു കോമ്പോസിഷൻ ആയിരിക്കും. അപ്പൊ ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിലും പല ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിഫറെന്റ് സോൾഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ടിൻ ലെഡ് സോൾഡേഴ്സ് ആണെങ്കിൽ അവിടെയാണ് മോസ്റ്റ് മെറ്റൽസ്.
ഏറ്റവും കൂടുതൽ മെറ്റൽസ് വെൽഡ് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടിൻ ലെഡ് സോൾഡേഴ്സ്. ഇനി അതിൽ തന്നെ 60% ടിൻ, 40% ലെഡ് ഉണ്ട്, 50% ടിന്, 50% ലെഡ് ഉണ്ട്. ഈ 60-40 യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് വർക്സിനും അതുപോലെ 50-50 യൂസ് ചെയ്യുന്ന പ്ലംബിംഗ് വർക്സിനുമാണ്. ഓക്കെ. പിന്നെ ദെൻ ടിൻ ആന്റിമണി ലെഡ് സോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ഓഫ് ആന്റിമണി ഇൻക്രീസസ് ദ സ്ട്രെങ്ത്. നമുക്ക് കൂടുതലായിട്ടുള്ള സ്ട്രെങ്ത് വേണ്ട സ്ഥലത്താണ് ടിൻ ആന്റിമണി ലെഡ് സോൾഡർ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ പറഞ്ഞ പോലെ കാഡ്മിയം സിൽവർ സോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം പോലുള്ള മെറ്റൽസ് ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് യൂസ് ചെയ്യുന്ന സോൾഡേഴ്സ് ആണ് എന്ത്, കാഡ്മിയം സിൽവർ സോൾഡേഴ്സ്. അപ്പൊ 4 ടൈപ്പ് സോൾഡേഴ്സ് നമ്മൾ പഠിച്ചു. ഇത് ഈ പല മെറ്റീരിയൽസിന്റെ കോമ്പോസിഷൻ അനുസരിച്ചും അതുപോലെ തന്നെ എവിടേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾഡേഴ്സ് പഠിച്ചു. ഓക്കെ. പിന്നെ എന്താണ് ഫ്ലെക്സ് യൂസ്ഡ് ഇൻ സോൾഡേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സോൾഡർ ഒരു സാധനത്തിൽ സ്റ്റിക്ക് ഒരു ഗം പോലത്തെ മുക്കി എടുത്തിട്ടാണ് സോൾഡർ ചെയ്യുന്നതെന്ന് പറയുന്നു. ആ ഒരു സംഭവത്തിനാണ് എന്ത് പറയുന്നത്, ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 1, 2, 3 ടൈപ്പ് ഫ്ലെക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഓർഗാനിക് ഓർ ആസിഡ് സോൾട്ട്സ്, ഓർഗാനിക് ആസിഡ് മൈൽഡ് ഫ്ലെക്സസ്, നോൺ കൊറോസീവ് റെസിൻ ബേസ്ഡ് ഫ്ലെക്സസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇൻഓർഗാനിക് ആസിഡ് ഓർ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയം, സിങ്ക് അമോണിയം ക്ലോറൈഡ് പോലത്തുള്ള സൊല്യൂഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻഓർഗാനിക് ആസിഡ്സ് ഓർ സോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഓർഗാനിക് ആസിഡ്സ് ഓർ മൈൽഡ് ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലാക്റ്റിക് ആസിഡ്, സ്റ്റീരിക് ആസിഡ്, ബെൻസോണിക് ആസിഡ് പോലെയുള്ള ആസിഡ്സിനെയാണ് എന്ത് പറയുന്നത്, ഓർഗാനിക് ആസിഡ് മൈൽഡ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. പിന്നെ നോൺ കൊറോസീവ് റെസിൻ ബേസ്ഡ് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷൻ, ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് ആണ് നോൺ കൊറോസീവ് റെസിൻ ബേസ്ഡ് ഫ്ലെക്സ്. അപ്പം നമ്മൾ 3 ടൈപ്പ് ഫ്ലെക്സും പഠിച്ചു ഇവിടെ. അപ്പോൾ നമ്മുടെ ഇപ്പൊ പഠിച്ച ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ച സോൾഡറിങ്ങിനെ പറ്റിയാണ്. സോൾഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റൽ ജോയിനിങ് പ്രോസസ് ആണ്. 2 മെറ്റൽസിനെ വേറൊരു 3ാമത് മെറ്റൽ, ആ മെറ്റലിന്റെ പേരാണ് ഫില്ലർ മെറ്റൽ അല്ലെങ്കിൽ സോൾഡർ എന്ന് പറഞ്ഞ മെറ്റല് ഹീറ്റ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് അത് സോൾഡിഫൈ ചെയ്ത് ഒരു ജോയിന്റ് ഫോം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ജോയിനിങ് പ്രോസസ് ആണ് സോൾഡറിങ്. ഓക്കെ. നോർമലി നമ്മൾ ഇലക്ട്രിക് വർക്സിനൊക്കെയാണ് ഈ സോൾഡറിങ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം സോൾഡറിങ്ങിന്റെ ഡയഗ്രാം നമ്മൾ കണ്ടു. പിന്നെ ടൈപ്സ് ഓഫ് സോൾഡേഴ്സ് പഠിച്ചു, ടൈപ്സ് ഓഫ് ഫ്ലെക്സ് പഠിച്ചു. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സോൾഡറിങ് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.